ആരോഗ്യം അമൂല്യം. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജലി വിശ്വനാഥ്. കുട്ടികളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണ് ADHD. സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ 5 മുതൽ 7% വരെ കുട്ടികൾക്ക് ADHD ഉണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 3 ലക്ഷണങ്ങളാണ് ADHDക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തേത് ശ്രദ്ധക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പലതിലേക്കും ശ്രദ്ധ പോകുന്നു. പുറത്തുകൂടി ആരെങ്കിലും നടന്നു പോയാൽ അങ്ങോട്ട് നോക്കുന്നു. പുറത്തുകൂടെ വണ്ടി പോകുന്ന സൗണ്ട് കേട്ടാൽ അങ്ങോട്ട് നോക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർ മറന്നുപോകും. ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോകും. നോട്ട് കംപ്ലീറ്റ് ആക്കാതെ വീട്ടിലേക്ക് പോവുക. സാധനങ്ങൾ പലതും സ്കൂളിൽ കളഞ്ഞിട്ട് വരിക. ഇത് ശരിക്കും മറവിയല്ല, മറിച്ച് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ ലക്ഷണം ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ പിരിവിരിപ്പാണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ക്ലാസ്സിലാണെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടികളെ തോണ്ടിക്കൊണ്ടിരിക്കുക, മാന്തുക, പിച്ചുക. വീട്ടിലും അതുപോലെ തന്നെ അടങ്ങിയിരിക്കില്ല. അവിടെയും ഇവിടെയും ഓടിക്കയറുക, മരത്തിൽ കയറുക, ചാടി മറയുക. ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഇവരുണ്ടാക്കും. മൂന്നാമത്തെ ലക്ഷണം ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം. ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും പൂർത്തിയാക്കാതെ എടുത്തുചാടി മറുപടി പറയും. ഇത് ഇവരുടെ പരീക്ഷ എഴുത്തിലും കാണാം. പരീക്ഷ എഴുതുമ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് ഇവരുണ്ടാക്കും. സാധാരണയായി ടീച്ചർമാർ പറയുന്ന ഒരു വാക്കുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ അവൻ അതിന് ശ്രമിക്കുന്നില്ല. എടുത്തുചാട്ട സ്വഭാവം വീട്ടിലും പ്രകടമായി കാണാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുക. TV ഇപ്പോൾ കാണണമെന്ന് പറയുമ്പോൾ TV വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ കയ്യിലുള്ള റിമോട്ട് വലിച്ചെറിയുക. അതുപോലെ വാശി പിടിച്ച് ബാക്കിയുള്ളവരെ അച്ഛനോടും അമ്മയോടും കയർത്ത് സംസാരിക്കുക, ശരീരം വേദനയാക്കുക. എന്തുകൊണ്ടാണ് ADHD വരുന്നത്? പലപ്പോഴും വികൃതിയായൊരു കുട്ടി അല്ലെങ്കിൽ അനുസരണശീലമില്ലാത്തൊരു കുട്ടി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നൊരു വിഭാഗമാണിത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കാരണം തലച്ചോറിലെ പ്രീഫോണ്ടൽ കോർട്ടക്സിലെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ്. ഇതുകൂടാതെ തലച്ചോറിലെ ഇടത് വലത് ഭാഗങ്ങളിലെ ഏകോപനവും ഇവരിൽ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കണ്ട്, ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ചികിത്സിച്ചാൽ മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവുകൾ നിയന്ത്രിക്കുന്ന വളരെ സുരക്ഷിതമായ കുട്ടികളിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇപ്പോൾ ഉണ്ട്. പലപ്പോഴും ADHD ട്രീറ്റ് ചെയ്യണമെന്ന് പാരൻസിനോട് പറയുമ്പോൾ ഈ മരുന്നിന്റെ കാര്യത്തിൽ പലപ്പോഴും ആശങ്ക പാരൻസ് പറയാറുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ, കൊടുത്തു കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. മരുന്നാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ചികിത്സ. തലച്ചോറിലെ രാസവസ്തുക്കളുടെ ആ കുറവ് നികത്താതെ നമ്മൾക്കിവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. OPയിൽ മിക്കവാറും പാരൻസ് കൊണ്ടുവരുന്നത് ഡോക്ടർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുമോ, ഒന്ന് ഉപദേശിച്ച് നന്നാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. കൃത്യമായിട്ട് ഒരു ചികിത്സ ഇതിനാവശ്യമാണ്. ഇതിനോടൊപ്പം ബിഹേവിയറൽ തെറാപ്പിയും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അറ്റൻഷൻ എൻഹാൻസ്മെന്റ് ടാസ്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാവും. അറ്റൻഷൻ കൂട്ടുന്ന പല ടാസ്കുകളും ഉണ്ട്. അറ്റൻഷൻ കൂട്ടുന്ന ടാസ്കുകൾ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. പാരൻസിനും പരിശീലനങ്ങൾ ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള വികൃതിയായ കുട്ടികളുടെ പാരൻസിന് സമ്മർദ്ദം കൂടുതലായിരിക്കും. അവരൊരുപാട് കുറ്റങ്ങൾ കേൾക്കും. നിങ്ങൾ വളർത്തുന്നതിന്റെ പ്രശ്നമാണ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ഒരുപാട് കുറ്റങ്ങൾ കേൾക്കും. ഈ ഫ്രസ്ട്രേഷൻ പാരൻസ് കുട്ടികളുടെ മേത്തേക്ക് തീർക്കും. അപ്പോൾ പാരന്റൽ ട്രെയിനിങ്ങും ഇവിടെ വളരെ അത്യാവശ്യമാണ്. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജലി വിശ്വനാഥ്.